ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ പത്തനംതിട്ടയിലാണ്. സമാനമായ വാർത്തയാണ്. 13-കാരിയുടെ മരണം പേവിഷബാധയെ തുടർന്ന് എന്ന കാര്യത്തിൽ അവിടുന്നും സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. വാക്സിൻ എടുത്ത ശേഷമാണ് പേവിഷബാധ ഉണ്ടായത്. പുല്ലാട് സ്വദേശിനി ഭാഗ്യലക്ഷ്മിയാണ് മരിച്ചത്. ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, മലപ്പുറം, കൊല്ലം, ഇപ്പോൾ പത്തനംതിട്ടയിലെ മറ്റൊരു അനുഭവം. യഥാർത്ഥത്തിൽ ഈ പത്തനംതിട്ട സംഭവം ഈ കുട്ടി മരിച്ചതിന് ശേഷമാണോ പേവിഷബാധ മൂലം എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുന്നത്? അതിനു മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞിരുന്നോ? സൈത്ത ഇപ്പോൾ മരിച്ചതിന് ശേഷമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അന്നേ സംശയമുണ്ടായിരുന്നു, പക്ഷേ അത് സ്ഥിരീകരണം ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 13-നാണ് തിരുവല്ല പുല്ലാട് സ്വദേശിയായ 13-കാരിയെ ഈ നായ കടിക്കുന്നത്. ആ നായ കടിച്ച ശേഷം തന്നെ ഉടൻ തന്നെ തിരുവല്ലയിലെ ജില്ലാ ആശുപത്രിയിലെത്തി വാക്സിൻ എടുക്കുകയും ചെയ്തു, മുറിവ് കഴിയുകയൊക്കെ ചെയ്തു. പക്ഷേ ഏപ്രിൽ 9-ന് വാക്സിൻ പൂർണ്ണമായി എടുത്തതിന് ശേഷവും ഏപ്രിൽ 3-ന് ഈ കുട്ടിക്ക് ചില രോഗലക്ഷണങ്ങൾ കാണിക്കുകയുണ്ടായി. തുടർന്ന് ഇവിടെ നിന്നും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതിന് ശേഷം ഏപ്രിൽ 9-ന് ഈ കുട്ടി മരണമടയുകയും ചെയ്തു. എന്തായാലും ഇത് പിന്നീടൊരു സ്ഥിരീകരണം ഈ തിരുവല്ലയിലെ പബ്ലിക് ഹെൽത്ത് ലാബിലാണ് ഇതിന്റെ ഈ നായയുടെ പരിശോധനയും റിസൾട്ടും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന്റെ ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നു. അതനുസരിച്ചാണ് ഈ നായ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പൂർണ്ണമായും വാക്സിൻ എടുത്തതിന് ശേഷം ഈ കുട്ടിയുടെ മരണം ഉണ്ടായതൊരു വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. നായ കടിച്ച ദിവസം തന്നെയാണ് ഈ വാക്സിൻ എടുത്തിട്ടുള്ളത്. അന്ന് കൃത്യമായുള്ള എല്ലാ ഡോസുകളും എടുത്തിരുന്നെന്നാണ് ബന്ധുക്കളും ഈ കുട്ടിയുടെ അച്ഛനും പിതാവും എല്ലാം പറയുന്നത്. പക്ഷെ അങ്ങോട്ട് കുട്ടിക്ക് പെട്ടെന്ന് ഇത്തരത്തിലൊരു സംഭവിച്ചത് ഈ പേവിഷബാധയാണെന്നുള്ള കണ്ടെത്തലോട് കൂടി തന്നെ വീട്ടുകാരും വലിയൊരു ഞെട്ടലാണ്. പക്ഷെ ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ആരോഗ്യവകുപ്പിന്റെ രീതിയിൽ കാര്യമായ ഒരു പരിചരണമൊന്നും ലഭിച്ചില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ നമ്മൾ ആശുപത്രി വൃത്തങ്ങൾ കൃത്യമായി പറയുന്നു, വാക്സിൻ കൃത്യമായി എടുത്തിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് തന്നെ മുറിവ് കഴിയുകയും പിന്നീട് തുടർച്ചയായുള്ള വാക്സിൻ എടുത്തതിന് ശേഷമാണ് കുട്ടിക്ക് പിന്നീട് ലക്ഷണങ്ങൾ ഏപ്രിൽ 3-ന് കാണുന്നത്. അതിനെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തത്. പക്ഷേ ഒരു ആശങ്ക ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒരു ആരോപണവും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ഈ പെൺകുട്ടിയുടെ കുഞ്ഞിന്റെ വീട്ടുകാരും ഇങ്ങനെ ഉന്നയിക്കുന്നുണ്ട്. ആശുപത്രി ഹെൽത്ത് ആൾക്കാരുടെ ഒരു രീതിയിലുള്ള ഒരു പരിചരണം മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്ന ഒരു ആരോപണം എന്ന നിലയ്ക്കാണ് പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാക്സിൻ എല്ലാം കൃത്യമായ പരിശോധനയിലാണ്. ഇപ്പോൾ ഈ പേവിഷബാധ ബാധിച്ചാണ് കുട്ടി മരിച്ചെന്നുള്ള തിരുവല്ല പബ്ലിക് ഹെൽത്ത് ലാബിലാണ്, സർക്കാരിന്റെ തന്നെ ഉള്ള ഇത്തരം ഉള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള ലാബാണ്. അവിടെ നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടി പേവിഷബാധ ഏറ്റ് മരിച്ചെന്നുള്ള ആ നായ്ക്ക് പേവിഷബാധ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കും. സൈസൈ ഞെട്ടിക്കുന്ന കാര്യമാണ്. എന്തായാലും കൂടുതൽ ജാഗ്രത പാലിക്കണം. ആരോഗ്യവകുപ്പും ആരോഗ്യ വിദഗ്ധരും തന്നെ ഇതിൽ വിശദീകരണം നൽകേണ്ടതുണ്ട്. കാരണം വാക്സിൻ എടുക്കുന്നു, മുറിവ് നന്നായി തേച്ചു കഴുകുന്നു, എങ്കിലും രോഗബാധ ഉണ്ടാവുന്നു എന്ന അവസ്ഥ വന്നാൽ ഞെട്ടിക്കുന്ന കാര്യമാണ്. കൂടുതൽ ജാഗ്രത പാലിക്കണം. ഒപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തെരുവ് നായകളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഇടപെടലുകൾ ഒരിക്കലും കാര്യക്ഷമമാകുന്നില്ല എന്ന കാര്യമാണ്. പലപ്പോഴും തെരുവ് നായയുടെ ആക്രമണത്തിൽ നടത്തുന്ന എണ്ണം എത്രയോ വർദ്ധിക്കുന്നു. ഇതിൽ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്.